വരികയാണ്. ശ്രീജിത്ത്, കോട്ടയത്ത് രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഇടം എന്ന മണ്ഡലം എന്ന കൂടി പ്രത്യേകതയുണ്ട്. നേരത്തെ തന്നെ പ്രചരണ പരിപാടികളൊക്കെ തുടങ്ങിയിരുന്നു. തുഷാർ കൂടി അവിടേക്ക് എത്തി പ്രചാരണ രംഗത്ത് സജീവമായി തുടങ്ങിയോ? തുഷാർ, സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമാകുമ്പോൾ എങ്ങനെയാണ് മത്സര രംഗം? ഇന്ന് സ്ഥാനാർത്ഥികൾ പ്രധാനമായും കേന്ദ്രീകരിക്കുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നത് ശരി തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായി ഒരു പരിധിവരെ കാത്തിരിക്കുന്നത് പോലെയായിരുന്നു മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ടായിരുന്നത്. LDF സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനെയായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത്. അദ്ദേഹം മണ്ഡലത്തിൽ ഉടനീളം പലയിടങ്ങളിലും വ്യക്തിപരമായ വോട്ടുകൾ തേടിയായിരുന്നു പോരുന്നത്. തൊട്ടു പിന്നാലെ ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഫ്രാൻസിസ് ജോർജിനെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹവും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും BJP NDA സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി കൂടി എത്തിയതോടുകൂടി അതിശക്തമായ ഒരു മത്സരത്തിന്റെ പ്രതീതി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം റോഡ് ഷോ, അതായത് ഇന്ന് രാവിലെ പലയിടത്തും തുഷാറും മറ്റ് സ്ഥാനാർത്ഥികളും അതായത് ഓരോ നിയോജക മണ്ഡലങ്ങളിലും പോകുന്നുണ്ട്. അത് കൂടാതെ വൈകുന്നേരം തുഷാർ വെള്ളാപ്പള്ളിയുടെ റോഡ് ഷോ ഉണ്ട്. പ്രകാശ് ജാവ്ദേക്കറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പുറത്തേക്ക് വന്നാൽ UDFനെ സംബന്ധിച്ച് അതിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്നാണ്. രമേശ് ചെന്നിത്തല ഏതാണ്ട് 11 മണിക്ക് കോട്ടയത്ത് നിർവഹിക്കും. സ്റ്റാർ ജംഗ്ഷന് സമീപമാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വരുന്നത്. അങ്ങനെ UDF ക്യാമ്പ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. LDFും നേരത്തെ തന്നെ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. വ്യക്തിപരമായ ബന്ധങ്ങൾ ഒക്കെ എല്ലായിടത്തും പോകുന്നു. അതേപോലെ തന്നെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് ഏതാണ്ട് 39 ദിവസം മാത്രം നിൽക്കുമ്പോൾ ഇനി കൂടുതൽ കൃത്യമായ സിസ്റ്റമാറ്റിക് ആയ ഒരു പ്രവർത്തനത്തിലേക്ക് മുന്നണി സ്ഥാനാർത്ഥികൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടിയുള്ള പരസ്യ പ്രചരണത്തിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. രേണുക, ഇതാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. റബ്ബർ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാന ചർച്ചാ വിഷയമാക്കിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ അവിടെ പ്രചരണ രംഗത്ത് സജീവമാകുന്നത്.